എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്? എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ? ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിനെതിരെ ഒന്ന് സംസാരിച്ചു നോക്കാം. എന്നിട്ട് നോക്കാമല്ലോ എന്തായിരിക്കും ആ രാജ്യത്തിന്റെ തീരുമാനമെന്ന്. ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പിന്തുണയ്ക്കൽ? ഇപ്പോൾ നമുക്കറിയാം 22 വർഷം പിന്നിടുന്നു മാറാട് കലാപം കഴിഞ്ഞിട്ട് 29 പേരെ കൊന്നിട്ട് എത്ര ദിവസമായി? 22-ാം തീയതി ഏപ്രിൽ. ഈ 29 ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഗോവിന്ദന്റെ പാർട്ടി എവിടെയെങ്കിലും ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇരകൾക്കു വേണ്ടി ഇരകളോടൊപ്പം ഇവർ നിന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ 29 പേരിൽ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ ഇവർ പോയി സന്ദർശനം നടത്തി ഐക്യദാർഢ്യം ഇവരൊന്ന് അറിയിച്ചിട്ടുണ്ടോ? ഒരു രവീന്ദ്രൻ ജി മരിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകളാണല്ലോ മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചത്. എന്തേ ഇരകളോടൊപ്പം നിൽക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത്? കഴിയില്ല. ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഭീകരൻ ഇവിടെ വന്ന് ഒരു നോമ്പിന് ട്രെയിനിന് തീയിട്ട് എലത്തൂരിലെ പെട്രോൾ സ്റ്റേഷന്റെ അടുത്ത് വന്ന് 3 പേര് മരണപ്പെട്ടു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ടിരുന്നോ? പെട്ടെന്ന് തന്നെ ഇവർക്ക് 5-5 ലക്ഷം രൂപ വീതം കൊടുത്തിട്ട് കേസ് ഒതുക്കി തീർത്തു. കാരണം എന്താ? വേട്ടക്കാരാരാ? വേട്ടക്കാരുടെയും ഇരകളുടെയും ജാതിയും മതവും നോക്കി പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. നമ്മൾ ഒരിക്കലും കൊന്നവന്റെ ജാതിയും മതവും അല്ല അന്വേഷിക്കുന്നത്. ഈ 29 ആളുകളെ ജാതിയും മതവും നോക്കി ലിംഗാഗ്രം എങ്ങനെയാണ് എന്ന് തിട്ടപ്പെടുത്തി കൊന്ന രീതിയെ അപലപിക്കാതെ വയ്യ. 1 ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് 2 ലക്ഷം ആളുകളെ കൊല്ലുന്നതിനേക്കാൾ വേദനാജനകമാണ് 1 ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് 10 പേരെ കൊല്ലുന്നത്. കാരണം ആ 1 ലക്ഷം ആളുകളിൽ ഭീതി നിറയ്ക്കാൻ ഇവർക്ക് കഴിയുന്നു. ഈ വേണ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഇണകൾ, അവരുടെ പിതാക്കന്മാർ, അവരുടെ സഹോദരങ്ങൾ തലയിലും നെഞ്ചിലും പറ വെടിയേറ്റ് വീണ ആ ദൃശ്യമുണ്ടല്ലോ, ഇവരിൽ നിന്നതുമായുമോ? ഇവർക്കത് മറക്കാൻ കഴിയുമോ? ശ്വാസം നിലയ്ക്കുന്നിടത്തോളം കാലം ഏതൊരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാലും ഇവർ ആ ട്രോമയിലായിരിക്കില്ലേ? രക്തം കണ്ടാൽ ഇവർക്ക് താങ്ങാൻ പറ്റുമോ? അതുപോലെ ശാരീരിക ക്ഷമതയുള്ള ആളെ കാണുമ്പോൾ, അതുപോലത്തെ മുഖഛായയുള്ള ആളുകളെ കാണുമ്പോൾ, TV-യില് ന്യൂസുകളില് ഇതുപോലെയുള്ള വാർത്തകൾ കാണുമ്പോൾ അവരുടെ ഓർമ്മകൾ തികട്ടി വരും. ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മരണം വരെ അവരെ പിന്തുടരാവുന്ന ഒരു ട്രോമയിലേക്ക് അവരെ കൊണ്ടിട്ട ഈ ഭീകരന്മാരോട് ക്ഷമിക്കാനോ? ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയാണ് NIA മുന്നോട്ട് പോകുന്നത്. 2023 നടന്ന രജൌരി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭീകരരെ അടക്കം NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. 2 വർഷമായി കാശ്മീരിലെ ജയിലിൽ കഴിയുന്ന മുഷ്താഖ്, നിസാർ എന്നിവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത സമയത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ എവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും അതിനകത്തുള്ള ആളുകളെ വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടോ എന്ന് ചോദ്യം ചെയ്യുമല്ലോ. അപ്പോഴാണ് ഒരുപാട് ക്ലൂസ് കിട്ടുന്നത്. അതുപോലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരെ ചോദ്യം ചെയ്യാൻ NIA തീരുമാനിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 7 ഭീകരർക്ക് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര,
ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലുള്ള കുടുംബാംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. 2023 ജനുവരി 1-2 തീയതികളിലായിരുന്നു രജൌരി ഡാഗ്രി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ഭീകരാക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 6 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി പലപ്പോഴും ഒരുപാട് ഭീകരാക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മുഴുവൻ ആക്രമണങ്ങളിലും പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. എന്നിട്ട് പോലും പലപ്പോഴും പാകിസ്ഥാനോട് ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയ ഒരു രാജ്യം കൂടിയാണ് ഈ സ്വതന്ത്ര ഭാരതം. അതുകൊണ്ട് തന്നെ ആയുധമില്ലാതെ, രക്തച്ചൊരിച്ചിലുകളില്ലാതെ ഒരു യുദ്ധത്തിനാണ് ഇപ്പോൾ ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുക, അതാണിപ്പോൾ ഇന്ത്യക്ക് മുമ്പിലുള്ള പോംവഴി. കണ്ടോ, ആയുധമെടുക്കാതെയും യുദ്ധം ചെയ്യാം. ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ വീണ്ടും വീണ്ടും വരിഞ്ഞു മുറുക്കുകയാണ്. പ്രകോപനമല്ല ഇവിടെ ആവശ്യം, വിവേകപൂർണമായ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന വിഷയത്തിൽ നരേന്ദ്രമോദി ഉറച്ചു നിൽക്കുകയാണ്. പഹൽഗാം ആക്രമിച്ചു ഇവര്. അതിന്റെ പേരിൽ ഇന്ത്യ തിരിച്ചു മറുപടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ഈ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയാണ് ഇവർ ചെയ്തത്. അതിന്റെ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് മുറുക്കണം. പാകിസ്ഥാനെ വീണ്ടും വീണ്ടും എവിടെ നിന്നെങ്കിലും ഒരു നാണയം കിട്ടുന്നുണ്ടെങ്കിൽ ആ വഴി അടയ്ക്കണം. കാരണം എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തിയതാണല്ലോ ഇവരുടെ ഈ പ്രശ്നം. അതുകൊണ്ട് ആ സോഴ്സ് അടയ്ക്കണം. അതാണിപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്ത് നിന്നും ശരിക്കും പ്രഹരമേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇത് തന്ത്രപരമായ ഒരു യുദ്ധമാണ്. അതെ, ഈ യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിലുകളില്ലാത്തത് കൊണ്ട് തന്നെ ഇരകളില്ലല്ലോ. ഇരകൾ ഉണ്ടെങ്കിലല്ലേ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തേക്ക് ആയുധങ്ങൾ എത്തുന്നത്, തീവ്രവാദികൾ എത്തുന്നത്, ഭീകരരെത്തുന്നത്, അവർക്ക് നമ്മുടെ രാജ്യം സേഫ് ഷെൽട്ടറായി മാറുന്നത്. ഇന്ന് നിങ്ങളൊരു വാർത്ത കണ്ടിരുന്നോ? എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് അതിമധുരമായ ഒരു ഓടക്കുഴൽ നാദം കേൾക്കുന്നു. ഉറപ്പായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കില്ലേ? അതെ, ചിലപ്പോൾ മുസമ്മിലിനെ പോലെയുള്ള, ആദിലിനെ പോലെയുള്ള സിപ്പ് ലൈൻ ഓപ്പറേറ്റർമാരും പഹൽഗാമിലെ കുതിരക്കാരനുമൊന്നും വെടികേട്ടാലും ശ്രദ്ധിച്ചില്ല എന്ന് വരും. കാരണം അവരാണല്ലോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി. അതുകൊണ്ട് എന്തായിരുന്നാലും പലപ്പോഴും അതിനകത്ത് എന്താണ് എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, അല്ലേ? അതിനകത്തെങ്ങാനും ഇനിയും സ്വർണം വല്ലതുമാണോ കൊണ്ടുവന്നത്? അതെ, കലാകാരന്മാര് അങ്ങനെയാണ്. ആ പെട്ടിക്കകത്ത് എന്താണ് എന്നതിനേക്കാളേറെ അവർ മധുരമായി ആളുകളെ ചിന്തിപ്പിക്കാനും അവരെ ആസ്വദിപ്പിക്കാനും ശ്രമിക്കും. അപ്പോൾ ഓടക്കുഴലാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം റായ്പൂർ എയർപോർട്ടിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഒരു പെട്ടി നിറച്ചും ഓടക്കുഴലാണ്. എയർപോർട്ടിൽ നടന്ന ഒരു ഫ്ലൂട്ട് പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ജീവനക്കാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഇത് വാർത്തയാക്കണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അത് വാർത്തയാക്കുന്നത്. 2019 പുറത്തിറങ്ങിയ കേസരി എന്ന ഒരു ചിത്രത്തിലെ തേരി മിട്ടി എന്ന ഗാനമാണ് ഇവർ വായിക്കുന്നത് അതിലൂടെ. അങ്ങനെ എല്ലാവരും ആസ്വദിക്കുന്നു. നോക്ക്, നമ്മൾക്ക് ചുറ്റുമുള്ളവർക്ക് എങ്ങനെയാണ് സന്തോഷം പകർന്നു കൊടുക്കേണ്ടത് എന്ന് ഒരു കലാകാരൻ ചിന്തിക്കുവാണ്. തനിക്ക് ആസ്വാദനം ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഒരു സന്തോഷം ലഭിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതുപോലെ പക്ഷേ ഒരു തൊപ്പിയിട്ട, ഒരു തട്ടമിട്ട ഒരാളാണ് ആ ഓടക്കുഴൽ വായിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് സ്വർണമുണ്ടോ എന്നൊന്ന് ചിന്തിക്കണ്ടേ? ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ട് വരുന്ന ആളുകൾ വെറുതെ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ എന്ന് വിചാരിച്ച് അത് നിറച്ചും സ്വർണം കൊണ്ടുവരുന്ന വാർത്തകൾ കണ്ടിട്ടില്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ശരി, എന്നിരുന്നാലും ഒരു താത്ത ഒരിക്കൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ
കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ നോക്കി ഒന്ന് ചിരിക്കുന്നു. എന്നിട്ട് ഇവരിങ്ങനെ കാല് അടുപ്പിച്ച് വെക്കുന്നു. അവർ എന്തൊക്കെയോ ഒരു വ്യത്യസ്തമായ ചേഷ്ടകൾ. പിന്നെ ഉടുപ്പൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഇട്ടിരിക്കുന്ന തുണികൾ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുന്നു. എയർപോർട്ട് ജീവനക്കാർ അവരൊരുപാട് ആളുകളെ കാണുന്ന ആളാണല്ലോ. എന്തോ ഒരു പന്തികേട് പോലെ. അടുത്ത് ചെന്നപ്പോൾ ആളിന് എന്തൊക്കെയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. ഫൗസിയ, നിന്റെ തറവാട്ടിലേക്കാണ് തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തേ കൊച്ചെ? ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് കൊച്ചെ. നിങ്ങളൊക്കെ മദ്രസ പൊട്ടത്തികളായതുകൊണ്ടാണ് നിങ്ങൾക്കൊരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം പോലും തിരിച്ചറിയാത്തത്. ഒരാൾ തട്ടമിടണോ, ചുരിദാർ ഇടണോ, പാവാട ഇടണോ, അതല്ലെങ്കിൽ പൊട്ടുകുത്തണോ, അതല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കണോ, ലോഹ ഇടണോ, കൊന്ത ഇടണോ, അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് കൊച്ചെ. മദ്രസയിലെ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകവും കളിയും കുളിയും കുളിയുടെ ഫറദും നിസ്കാരത്തിന്റെ ഷർത്തുകളും ഒക്കെ മാത്രം പഠിച്ച നിങ്ങൾക്കത് പറഞ്ഞാൽ തിരിയത്തില്ല കൊച്ചെ. ഒരു മൂലയ്ക്ക് പോയി ഇരുന്നൂടെ കൊച്ചെ? എന്തിനാ കൊച്ചെ വേഷം കെട്ടി ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ? ഒരാൾ എന്ത് വേഷം ധരിക്കണം എന്നത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഞാനിനി മതത്തിലേക്ക് തിരിച്ചു വന്നാ നിനക്ക് എന്തുവാ കൊച്ചെ? മതം വിട്ടാ നിനക്ക് എന്തുവാ കൊച്ചെ? ഏതെങ്കിലും രൂപത്തിൽ നിന്നെ ബാധിക്കുന്ന വിഷയമാണോ അത്? നമ്മളെ ബാധിക്കുന്ന 100 വിഷയങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ കൊച്ചേ. പാകിസ്ഥാൻ മുക്ക് മാറ്റണോ വേണ്ടേ എന്നുള്ള അഭിപ്രായം നീ നിന്റേതായ രൂപത്തിൽ അങ്ങ്